നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ UDF-ൽ നടക്കുന്നത് ഇപ്പോൾ അസാധാരണ നീക്കങ്ങളാണ്. ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും VD സതീശൻ മാറണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് തന്നെ മുന്നോട്ട് വയ്ക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ലീഗ് നേതാക്കളുമായി നിരന്തരം ആശയവിനിമയം നടത്തിവരുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിനും അണിയറയിൽ ചരട് വലിക്കുന്നത്. M സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതും UDF നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം പിന്തുണ സ്വീകരിച്ചതും ഇടതുപക്ഷം പ്രചരണ രംഗത്ത് തുറപ്പുചീട്ടായി ഉപയോഗിക്കുന്നത് UDF സ്ഥാനാർത്ഥിക്ക് വിനയാകുമോ എന്നാണ് ഒരു വിഭാഗം UDF നേതാക്കൾ സംശയിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയണമായിരുന്നു എന്ന നിലപാടുള്ള നിരവധി നേതാക്കൾ ലീഗിലും കോൺഗ്രസിലുമുണ്ട്. എന്നാൽ ഇവർക്ക് പോലും പരസ്യമായി പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മൗനം പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയാണെങ്കിൽ വൻ പൊട്ടിത്തെറിയായാണ് മാറാൻ പോകുന്നത്. അതേസമയം മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ആര്യാടൻ മുഹമ്മദിന്റെയും യൂത്ത് ലീഗ് നേതാക്കളുടെയും പഴയ പ്രസംഗങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിപ്പിച്ചാണ് ഇടതുപക്ഷ ക്യാമ്പുകൾ സ്വരാജിനായി വോട്ട് തേടുന്നത്. തീവ്ര മതവാദികൾ ഏത് വിഭാഗമായാലും അവരെ മനുഷ്യരായി പോലും കണക്കാക്കില്ലെന്നും അത്തരക്കാരുടെ വോട്ടുകൾ വേണ്ടെന്നും പറഞ്ഞ സ്വരാജിന്റെ പ്രതികരണങ്ങൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. മതനിരപേക്ഷ വോട്ടുകളാണ് പ്രധാനമായും ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. PV അൻവർ എത്ര വോട്ട് പിടിച്ചാലും അത് ഭരണവിരുദ്ധ വോട്ടുകൾ ആകുമെന്നതിനാൽ അതും ആര്യാടൻ ഷൗക്കത്തിന് കിട്ടേണ്ട വോട്ടുകളിലാണ് പ്രധാനമായും ചോർച്ച ഉണ്ടാക്കുകയെന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. സ്വരാജ് നിലമ്പൂരിൽ അട്ടിമറി വിജയം നേടിയാൽ PV അൻവറിന്റെ UDF പ്രവേശനത്തിന് പിന്നെ തടസ്സമുണ്ടാവുകയില്ല. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനവും സതീശന് രാജിവെക്കേണ്ടതായി വരും. ഇത്തരമൊരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വരാമെന്നാണ് രമേശ് ചെന്നിത്തല കണക്കുകൂട്ടുന്നത്. സതീശൻ മാറിയാൽ PC വിഷ്ണുനാഥിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കൊണ്ടുവരണമെന്ന താല്പര്യം കോൺഗ്രസിലെ വിഭാഗത്തിനുമുണ്ട്. നിലവിൽ KPCC വർക്കിംഗ് പ്രസിഡന്റായ PC വിഷ്ണുനാഥ് മുൻ AICC സെക്രട്ടറി കൂടിയാണ്. നിലമ്പൂരിൽ ഇടതുപക്ഷം വിജയിച്ചാൽ അത് M സ്വരാജിന്റെ വ്യക്തിപരമായ വിജയം കൂടിയായാണ് മാറുക. കാരണം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ ചെങ്കൊടി പാർക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം വിജയിച്ചാൽ അത് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വ്യക്തിപരമായ വോട്ടുകളും നിർണായക ഘടകമായിരിക്കും. മുസ്ലിം വോട്ടുകളെ പോലും രാഷ്ട്രീയത്തിന് അതീതമായി സ്വാധീനിക്കാനുള്ള മികവ് സ്വരാജിന്റെ നിലപാടുകൾക്കും പ്രസംഗങ്ങൾക്കുമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് UDF കേന്ദ്രങ്ങളും ഭയക്കുന്നത്. സ്വരാജ് വിജയിച്ചാൽ ഇടതുപക്ഷ സർക്കാരിന് മേലുള്ള സകല ആരോപണങ്ങളുടെയും മുനിയൊടിയുമെന്നാണ് CPM നേതൃത്വം കരുതുന്നത്. മാത്രമല്ല മൂന്നാം ഇടതുപക്ഷ സർക്കാരിനുള്ള വാതിലും നിലമ്പൂരിലൂടെ തുറക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആവനാഴിയിലെ സകല ആയുധങ്ങളും എടുത്തിട്ടാണ് നിലമ്പൂരിൽ CPM പ്രയോഗിക്കുന്നത്. ഇനി നമുക്ക് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാലുള്ള അവസ്ഥ പരിശോധിക്കാം. തീർച്ചയായും പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ള ഈ വെല്ലുവിളികൾക്കിടയിലും ആര്യാടൻ ഷൗക്കത്തിന് വിജയിക്കാൻ കഴിഞ്ഞാൽ അത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിജയമായാണ് ചിത്രീകരിക്കപ്പെടുക. കാരണം PV അൻവറിനെ മുന്നണിക്ക് പുറത്തു നിർത്തിയ തീരുമാനത്തിനുള്ള അംഗീകാരം കൂടിയായാണ് അത്തരമൊരു വിജയത്തെ സതീശൻ അനുകൂലികൾ ചിത്രീകരിക്കുക. കോൺഗ്രസിലും UDF-ലും സതീശനെ പിടിമുറുക്കാനും കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ സതീശൻ ക്യാമ്പിൽ എത്താനും നിലമ്പൂരിലെ ഒറ്റ വിജയം വഴി സാധിക്കും. 2026-ലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ലീഗിനും അത്തരമൊരു സാഹചര്യത്തിൽ സതീശനെ അംഗീകരിക്കേണ്ടതായി വരും. VD സതീശനെ അംഗീകരിക്കാൻ കഴിയാത്ത കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് പോകാൻ വരെ നിലമ്പൂരിലെ UDF-ന്റെ വിജയം കാരണമായാൽ പോലും അത്ഭുതപ്പെടാനില്ല. PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയും അതോടെ അവസാനിക്കും. നിലമ്പൂരിൽ UDF വിജയിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തേക്ക് പോയ പഴയ ഘടകകക്ഷികളെ തിരിച്ചുകൊണ്ടുവരാനും സതീശന്റെ നേതൃത്വത്തിൽ ശക്തമായ ശ്രമമുണ്ടാകും. പല മോഹന വാഗ്ദാനങ്ങളും അവർ മുന്നോട്ട് വയ്ക്കാനും സാധ്യതയുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പിളർത്തിയെങ്കിലും ഒരു വിഭാഗത്തെ UDF-ൽ എത്തിക്കണമെന്ന ആഗ്രഹമാണ് VD സതീശനുള്ളത്. അതേസമയം ഇടതുപക്ഷമാണ് നിലമ്പൂരിൽ വിജയിക്കുന്നതെങ്കിൽ 2026-ലെ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം പിളർന്ന് ഇടതുപക്ഷത്ത് എത്താനുള്ള സാധ്യതയും ഏറെയാണ്. 10 വർഷം ഭരണത്തിന് പുറത്തു നിൽക്കേണ്ടി വരുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇനിയൊരു 5 വർഷം കൂടി പുറത്തു നിൽക്കേണ്ടി വരുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്. ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ മലപ്പുറം ജില്ലയിലെ ലീഗിന്റെ സ്വാധീനം കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുക. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ കൂടുതൽ ശക്തനായി മാറുക VD സതീശനാണെങ്കിൽ സ്വരാജ് വിജയിച്ചാൽ പിണറായി വിജയനാണ് കരുത്ത് വർദ്ധിക്കുക. BJPക്ക് കഴിഞ്ഞ തവണത്തെ വോട്ടുകൾ പോലും സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനും അത് വലിയ പ്രഹരമായി മാറും. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും നേതാക്കളെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമായ ഫലം തന്നെയാണ് നിലമ്പൂരിൽ നിന്നും ഉടൻ വരാൻ പോകുന്നത്. അതാകട്ടെ വ്യക്തവുമാണ്.